ഇവനറിയില്ല അച്ഛാ? എനിക്കൊന്നും അവനെന്ന് അറിയില്ല. ഇവനാണ് മൊത്തം ശരിയാ. എന്ത് എടാ എന്തായാലും നിന്റെ അപ്പച്ചനൊന്നും അല്ല. നിന്റെ അപ്പനൊന്നും അല്ല എന്തായാലും. അച്ഛൻ വന്നിട്ട് എന്തായാലും അറിയാതിരിക്കാൻ എന്തായാലും നിന്റെ അപ്പച്ചനൊന്നും അല്ല എന്ന് പറഞ്ഞു. അവിടെ ചുമ്മാ തന്തക്ക് വിളിക്കേണ്ട അപ്പനെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. തന്തക്ക് വിളിച്ചിട്ട് കേട്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. തൊപ്പിയുടെ വീഡിയോനകത്തൊക്കെ വരുന്ന അച്ചായനും വേഴ്സസ് ഡോക്കി, അതായത് കാസ്ട്രോന്റെ കൂട്ടുകാരനായിട്ടുള്ള ഡോക്കി ആയിട്ടുള്ള ആ ഒരു വിഷയം. അപ്പൊ ആ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് കാസ്ട്രോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പൊ ഈ ഒരു വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ ഈ തൊപ്പിയുടെ ഈ ഒരു ലൈവ് ഫുള്ള് കുത്തിയിരുന്ന് കണ്ട ഒരാളാണ് ഞാൻ. അപ്പൊ ആ ലൈവ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, എനിക്ക് ഭയങ്കര ഓക്വേർഡ് ആയിട്ട് തോന്നിയൊരു മൂവ്മെന്റ് ആണ്. അതായത് ഈ തൊപ്പിയുടെ ഈ വീഡിയോനകത്തുള്ള ഈ അച്ചായ എന്ന് പറഞ്ഞ ഇങ്ങനെ ഫസ്റ്റ് എന്നെ പറയാ, എനിക്ക് ഈ അച്ചായ എന്ന് പറഞ്ഞ അങ്ങനെ കണ്ണെടുത്താൽ കണ്ടുവരും. കാരണം ഇങ്ങനെ ഓരോ വീഡിയോനകത്ത് വന്നിട്ടുള്ള ഓരോ ഷോയും കാര്യങ്ങളൊക്കെ എനിക്ക് തൊപ്പിയുടെ വീഡിയോ കാണാനായിട്ട് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ എപ്പോഴും കാണാറുണ്ട് പുള്ളിക്കാരൻ്റെ ലൈവ് എല്ലാം. പക്ഷേ ഈ അച്ചായ എന്ന് പറഞ്ഞ ആളെ എനിക്ക് അതിനകത്ത് തീരെ ഇഷ്ടമല്ലാത്തൊരു മനുഷ്യനാണ് ഈ തൊപ്പിയുടെ വീഡിയോനകത്ത്. അപ്പോൾ ആ പുള്ളിയുടെ ഈ തൊപ്പിയുടെ വീഡിയോനകത്ത് വന്നിട്ടുള്ള ഈ ഷോയും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയൊരു മൂവ്മെന്റാണ്. അപ്പോൾ ഈ കാസ്ട്രോ വന്നിട്ടുള്ള ആ ഒരു സമയത്തും ഈ അച്ചായം കിടന്ന് കാണിച്ചു കൂട്ടിയ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തൊപ്പിയുടെ വീഡിയോന്റെ കുറച്ച് പോർഷൻസ് ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടു. ചിരിക്കുന്ന എല്ലാവർക്കും ബാങ്ക് കൊടുക്കും, ചിരിക്കുന്ന എല്ലാവർക്കും ബാങ്ക് കൊടുക്കും. കാസ്ട്രോ ബാക്കിൽ നിന്നാ കാസ്ട്രോ അവിടെ നിക്ക്. കാസ്ട്രോനെ അന്നെ കയറിയില്ല. കാസ്ട്രോനെ കയറ്റവും ഇല്ല നമുക്ക് കാണാം. നിക്ക്, നമുക്ക് കാസ്ട്രോനെ കയറ്റവും ഇല്ലെന്ന് നോക്കാം. രണ്ട് പാസ് ഉണ്ടാന്ന് ചോദിച്ചാലോ? എടാ രണ്ട് പാസ് ഉണ്ടാ? ഒരെണ്ണത്തിൽ മൂന്നാൾക്ക് കയറാൻ പറ്റുമോ? അപ്പൊ നീ മാത്രമേ കയറുന്നുള്ളൂ? എടാ നീയില്ലേ ഉള്ളിൽ പോയിട്ട് വണ്ടി വെച്ചിട്ട് ആ പാസ് ഇവനെ കൊടുത്തേക്ക്. അങ്ങനെ പറ്റൂല? അതിലിന്റെ പേരുണ്ടോ? അടപ്പൊ പിന്നെ പ്രശ്നമില്ല, നീ അത് ഇവന്റെ കൊടുത്തേച്ചാ മതി. എടാ എനിക്ക് പാസ് തന്നില്ല, കുടുങ്ങിയിട്ടുള്ള ഫുൾ അപമാനം. അത് ഇവിടുത്തെ മാനേജ്മെന്റ് കമ്മിറ്റി, അത് എന്റെ മാനേജർ സെറ്റാക്കിയ മാക്കില്ലേ ഓൻ സെറ്റാക്കിയ പട്ടി. എന്നോട് പറഞ്ഞ് പാസ് വേണ്ട, അവിടെ പോയി പറഞ്ഞാൽ മതി, വിളിച്ച് പറഞ്ഞല്ലേ സെറ്റാക്കിയില്ല. ഞാൻ പാസ് പോയി വാങ്ങേണ്ട ബുദ്ധിമുട്ടിന് ഞാൻ പിന്നെ ഇതാണോ VIP പാസ്? നോട്ടെ സാധനം നോട്ടാ. ഇല്ല നോക്കാനാ എടാ നോക്കാനാ പെട്ടെന്ന് തരൂ. എടാ തരൂ. ചുമ്മാ സീനാണ്. ഇവന്റെ പേരെന്തൊരു ആരോട് ചോദിക്കട ഒരു VIP പാസ്? എവിടെ സ്ഥലം? എവിടെ? ഇതെന്താന്ന് എക്സാമിന് പെൻസിൽ എടുക്കാൻ മറന്നുപോയതാ. രണ്ട് പാസ് ഉണ്ടാന്ന് ചോദിക്കാൻ എല്ലാരോടും. ഇതാരാ ഇത്? ഇതിന്റെ ബില്ലാടാ, ഇതിന്റെ മാനേജ്മെന്റിലുള്ള ഒരു രണ്ട് പാസ് ഉണ്ടാ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഗെയിമിംഗ് ഇവന്റിനകത്ത് വെച്ചിട്ട് തൊപ്പി അതേപോലെ കാസ്ട്രോയും തമ്മിൽ അവിടെ വെച്ചിട്ട് കണ്ടുമുട്ടുന്നത്. അപ്പൊ കണ്ടുമുട്ടി കഴിയുമ്പോഴത്തേക്കും കാസ്ട്രോ ആദ്യം ഇങ്ങനെ തൊപ്പിയും കാസ്ട്രോ ഒക്കെ ഇങ്ങനെ ഭയങ്കര കോമഡി ആയിട്ടുള്ള രീതിക്കാണ് അവർ തമ്മിൽ സംസാരിക്കുന്നത്. പിന്നെ അവിടേക്ക് അച്ചായം വരുന്നു. അപ്പൊ തന്നെ ആദ്യം തന്നെ അച്ചായൻ ഈ കാസ്ട്രോനെ അറിയാത്ത രീതിക്കാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഈ കാസ്ട്രോയും തൊപ്പിയായിട്ടുള്ള ആ ഒരു റിലേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമെങ്കിൽ അവരിപ്പം മുന്നേ ഇപ്പൊ ഗെയിം കളിച്ചിട്ടുള്ള പരിചയം ഉണ്ടെന്നല്ലാണ്ട് ഇപ്പൊ നോക്കണമെങ്കിൽ തൊപ്പിക്ക് പല പ്രശ്നങ്ങൾ വന്നപ്പോഴാണെങ്കിലും തൊപ്പിനെ ഹെൽപ്പ് ചെയ്തതും, അതേപോലെ തന്നെ ഇപ്പൊ തൊപ്പിക്ക് ലാപ്ടോപ്പ് ഇല്ല എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും ഈ സ്ട്രീം ചെയ്യാനായിട്ട് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഹെൽപ്പ് ചെയ്ത അത്ര അങ്ങനെ പല രീതിക്ക് തൊപ്പിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ കാസ്ട്രോ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ അച്ചായൻ അറിയൂല എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി കണ്ടു. ഓടിക്കാൻ നേരം നോക്കാം. എടാ അത് തരൂലടാ. തരും. ഇതാ പഠിച്ചായിരുന്നല്ലോ. എടാ നാറ്റിക്കല്ല. ഒറ്റ റൗണ്ട് ഓടിക്കണ്ട. ഒറ്റ റൗണ്ട് ഒന്നും ചെയ്യില്ല. ഒറ്റ റൗണ്ട് വാ പ്ലീസ്. ഒറ്റ റൗണ്ട് പ്ലീസ്. തരൂല. എടാ എന്തിനാണോ പേടിക്കുന്നത്? എനിക്ക് എന്നെ പേടിയാന്നല്ല. വണ്ടി ഞാൻ വേറെ കൊടുക്കാറില്ല. ഇതുവരെ ആരും കൊടുത്തില്ല. ഇവൻ എന്തിന്റെ ആവശ്യം നോക്ക് സാധനം നോക്കടാ. ഹലോ
മതി മതി കേറി ഇരുന്നോട്ടെ, ഓടിക്കുന്നില്ല. ഒന്ന് പോയടാ പോയെന്ന്. നീ ഇങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് മാറിയ കുഞ്ഞു വേണോ? ഇത് i4 അല്ലേ? i4 അല്ലേ ബ്രദർ? വൺ ഡേ, ഒരു നാൾ. ഇപ്പം ഏതാ അച്ഛൻ അറിയില്ല എനിക്ക്. വേണ്ട, അവൻ അറിയണ്ട. ഇവനറിയില്ല അച്ഛാ? എനിക്കൊന്നും അവനെന്ന് അറിയില്ല. ഇവനാന്ന് മൊത്തം ശരിയാ. എന്ത് എടാ എന്തായാലും നിന്റെ അപ്പച്ചനൊന്നും അല്ല. നിന്റെ അപ്പനൊന്നല്ല എന്തായാലും. മതിയാടാ 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 ഡോക്കി മതി. വിട് അച്ഛാ, അറിയുന്ന വെക്കല. ഇവിടുന്ന് ഫ്രണ്ടാ ഫ്രണ്ടാ വിട്. ഫ്രണ്ടാ ഫ്രണ്ടാ. നീ ഇറങ്ങും, നീ ഇറങ്ങും. നീ പോ. എന്താടാ നിന്റെ തന്ത? എടാ ഞാനാണ് നിന്റെ തന്ത. അപ്പൊ ഇതിനകത്ത് എനിക്ക് ഇത് കണ്ടിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 100% തെറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഈ അച്ചായ എന്ന് പറഞ്ഞ ഇങ്ങേരുടെ ഭാഗത്തായിട്ടാണ്. കാര്യം ഇങ്ങേര് അച്ചായന്റെ ഭാഗത്തും മാത്രമല്ല തൊപ്പിയുടെ ഭാഗത്തും ഇതിനകത്ത് തെറ്റുണ്ട്. കാര്യം ഒരാളുടെ വണ്ടി, ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ വണ്ടി ചോദിക്കുന്നതാണ്. അല്ല വണ്ടിയല്ല, എന്റെ അടുത്ത് ഇപ്പൊ എന്ത് സാധനം ചോദിച്ചാലും എനിക്കിപ്പോ വേറൊരാൾക്ക് കൊടുക്കാനായിട്ട് ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ. കാര്യം എന്റെ സാധനങ്ങൾ കാര്യം ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കും. അവനവന്റെ സാധനങ്ങൾ അവനവന്റെ ഇഷ്ടമാണ്, ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ട എന്നൊക്കെ ഉള്ളത് അവനവന്റെ ഇഷ്ടമാണ്. കാസ്ട്രോന്റെ ഇഷ്ടമാണ്, കാസ്ട്രോന്റെ വണ്ടി ആർക്ക് കൊടുക്കണം കൊടുക്കണ്ടെന്ന്. ഇപ്പൊ പലരും ഇപ്പൊ കാസ്ട്രോന്റെ അടിയിൽ വന്ന് തെറി വിളിച്ചും ഇതൊക്കെ തൊപ്പിനെ മാസമാക്കിയൊക്കെ കമന്റ് ഇടുന്നുണ്ട്. അവരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി, അതായത് തലക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്ക്. അവനവന്റെ സാധനം അവനവന്റെ ഇഷ്ടമാണ്, ആർക്ക് കൊടുക്കണം വേണ്ടാന്ന്. അപ്പൊ കാസ്ട്രോ പറഞ്ഞ് എനിക്കിത് തരാനായിട്ട് താല്പര്യമില്ല എന്ന് പുള്ളിക്കാരൻ മാന്യമായിട്ടാണ് പറഞ്ഞത്. പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് തൊപ്പിയാണ് പിന്നെയും കയറിയിട്ട് പുള്ളീനെ ഇങ്ങനെ ഒരു ഓക്വേർഡ് ആക്കുന്ന രീതിക്ക് ആ വണ്ടി തരുവോടാ, ഒരു റൗണ്ട് ഓടിക്കട്ടെടാ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഈ തൊപ്പിന് മുന്നേ മറ്റേ ഈഗിളിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈഗിളും കൊടുത്തിട്ടില്ല. അപ്പൊ തൊപ്പിക്ക് തന്നെ അറിയാം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തൊപ്പി ഇങ്ങനെ അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവർ കൊടുക്കാണ്ടാകുമ്പോഴത്തേക്കും അതിൽ നിന്നൊരു സെന്റിമെന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വെറുതെ കയറി ഇപ്പൊ ഈ നമ്മുടെ അച്ചായ എന്ന് പറഞ്ഞാൽ കയറി വെറുതെ പട്ടി ഷോ കാണിച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ നിന്ന് തൊപ്പിനോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് നിനക്ക് എന്തിന്റെ കേടാണോ അവന് ഇതെന്ന് പറഞ്ഞ് പിന്നെ ആ ഒരു സിറ്റുവേഷനകത്ത് ഇപ്പൊ കാസ്ട്രോ ആരാന്ന് അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡോക്യു പറഞ്ഞ് നിങ്ങൾ ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അവര് തമ്മിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായി. അപ്പൊ ആ ഒരു ഇതിനകത്തും വെറുതെ ഈ അച്ചായ എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് വെറുതെ കയറി അങ്ങോട്ട് കയറി വള്ളി പിടിച്ച് എന്നിട്ട് വെറുതെ ഡോക്കിയുടെ അപ്പനെ കയറി വിളിച്ച് നിന്റെ അപ്പനാടാ ഞാൻ എന്നുള്ള രീതിക്ക് സംസാരിച്ച് അപ്പൊ ഡോക്കി തെറി വിളിച്ച് അങ്ങനെ തെറി വിളിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ലാന്ന് എനിക്ക് പറയാനുള്ളൂ. ഡോക്കി തെറി വിളിച്ചതിനകത്ത് എനിക്ക് യാതൊരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. കാര്യം ഒരാളുടെ അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ കേട്ടിരിക്കേണ്ട ആവശ്യം എനിക്കില്ല, നിങ്ങൾക്കില്ല, ആർക്കില്ല. അതിപ്പോ ഏത് അച്ചായനാണെങ്കിലും ഏത് ആളാണെങ്കിലും നമ്മൾ കേട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഡോക്കി തിരിച്ച് തെറി വിളിച്ചതിനകത്ത് എനിക്ക് യാതൊരു തെറ്റും തോന്നാനുള്ള. അപ്പൊ ഈ അച്ചായൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെയും കയറി അതിനകത്ത് വള്ളി പിടിക്കാൻ നോക്കുന്നുണ്ട്. അത് ഇങ്ങനെ വള്ളി പിടിച്ച് നടക്കുന്ന അങ്ങനത്തെ ഒരാളായിട്ട് എനിക്ക് പുള്ളിക്കാരൻ അതുകൊണ്ട് തീരെ താല്പര്യമില്ലാത്ത ഒരു ക്യാരക്ടറാണ്. ബാക്കിയുണ്ടോ He's my friend. This is also my friend, so I can't do anything. Acha, your friends are fighting. Yeah. It's chalk. ആ മൈക്കിങ് ഊരി തന്നെ. നിങ്ങൾ അവിടെ പോയി വല്ല തെറി പറഞ്ഞ ഇത് ലൈവാണ്. എന്ത് തെറി? ഇങ്ങനെ എല്ലായിടത്തും പോയി വള്ളി പിടിക്കാൻ പറ്റില്ല. ഇല്ല, നിന്നെ വണ്ടിക്കകത്ത് ഇറക്കിയപ്പോഴത്തേക്ക് അവൻ അങ്ങോട്ട് കയറി കൊണ്ടു. അവന് നിന്നെ വണ്ടിക്കകത്ത് കയറ്റി നീ ടെസ്റ്റ് എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പോകരുത്, മേടിക്കരുത്, ചോദിക്കരുത്. അതെനിക്ക് നടക്കണം. ഈ സീനിൽ ഞാൻ ഉണ്ടാ. നീ ഉണ്ട്. ഞാൻ അപ്പൊ അറിയാൻ മേലെ ഇല്ല. നീ അവിടെ ചെന്നിട്ട് അവനോട് ചോദിച്ചു നിനക്ക് അകത്ത് കയറിയിരിക്കണമെന്ന്. നിനക്ക് ഇല്ല BMW വേണ്ട നിനക്ക്. ഞാൻ വിചാരിച്ച മേടിക്കാൻ പറ്റൂലേ? അല്ല അതല്ല ഞാൻ ഒഴിവാക്ക വിട് വിട്. എന്നാ തിരക്കണ്ട. ഇതെന്താന്ന് ഇവിടെ ഒട്ടിച്ച് വെച്ചിന്? നിക്കട്ടെ ഒട്ടിച്ചാ പോരെ. തൂറാനും മുട്ടുന്നു. തുറ വിട്ടുന്നാ ശരിക്കും? കാര്യം തമാശയോട് കാര്യം അങ്ങനല്ല. അല്ലേ പയ്യ കേറിച്ചു. Can you speed up a little bit? My friend is തുറമുട്ട്. അള്ളാന്റെ മുത്ത ചങ്ങായും ടീമിനെ വിളിക്കുന്ന അച്ഛൻ മിണ്ടാടുന്ന ഫോൺ കട്ട് ചെയ്താ തീട്ട കേസിൽ തീട്ട പിള്ളേർക്കായിട്ട് അടിയാൻ വേണ്ട ആരെല്ലാം വിളിച്ചു വരുന്നത്? നിങ്ങൾ ആരെ വിളിച്ചപ്പോ ഫോൺ കാണിച്ചേ? ഫോൺ കാണിക്കേ. ഏത് ആരും വേണോ? അത് വേണല്ല, എന്റെ ഫ്രണ്ടാ. ഒന്നിച്ച് ഗെയിമെല്ലാം കളിക്കുന്നത്. പക്ഷെ അതേതോ മറന്നുപോയി. എന്തോ ഒരു സ്ഥലമുണ്ട്. ഓൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഓൻ ഫുൾ മാസ് അടിക്കുന്നത്. നീ തോക്കുംപടി പാലം കടന്ന് ഇങ്ങോട്ട് വരില്ലാന്ന് പറയുന്ന ഒരു മാസാനുണ്ട്. തോക്കുംപടി എവിടെയാ? തോപ്പുംപടി ഫോർട്ട് വെച്ചാ? ഫോർട്ട് വെച്ച്
ഇങ്ങനെ ഒരു സംഭവം പറയുന്നത് ഈ ആരോടോ ഇങ്ങനെ ഗെയിമിലേതോ ചെറിയ പിള്ളേരോട് നീ തോക്കും പടി പാലക്കാട് ഇങ്ങോട്ട് വരില്ലടാ അതെല്ലാം പറഞ്ഞ് മാസം അടിക്കുന്നുണ്ട്. അതിലും മൊത്തം ട്രോളായിരുന്നു വർത്താനമുള്ള ഒന്നും ചെയ്യൊന്നും ചെയ്യില്ല. ചെറിയൊക്കെ ഒന്നും ചെയ്യില്ല. വർത്താനം മാത്രമല്ല ഗെയിം കളിച്ച് ഉള്ളിരിക്കല. മനസ്സിലായോ? ഞാൻ പുറത്തൊന്നും ഇറങ്ങണ്ട. അച്ഛാ ഇതെല്ലാം നമ്മൾ ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഗെയിം കളിക്കുന്ന ആൾക്കാരെ കൂട്ടായ്മ അതിലുള്ളതാ. മനസ്സിലായോ? അപ്പൊ വള്ളിക്ക് ഇതാക്കണ്ട. മനസ്സിലായോ? നമുക്ക് അറിയാത്ത പുറത്തുള്ള ആരാണെങ്കിൽ നമുക്ക് മഞ്ഞിക്കിടാം. ഇതിപ്പോ അറിയുന്ന ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യും? കണ്ടല്ല, ഇതെല്ലാം ഒരു പട്ടിഷോന്റെ ഭാഗമായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാര്യം ഈ ഒരു വീഡിയോനകത്ത് കയറി വെറുതെ ഡയലോഗ് അടിക്കുക. അതായത് അവന്റെ BMW ചില്ലടിച്ച് പൊട്ടിക്കൂ എന്ന് പറയാ. അതേപോലെ തന്നെ നിനക്ക് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ BMW കിട്ടൂല എന്ന് പറയാൻ. ഇപ്പൊ എന്താണ് ഇതിന് മാത്രം അവിടെ ഉണ്ടായത്? ഇപ്പൊ ഇയാൾ അങ്ങോട്ട് കയറി തെറി വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അവരെ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയത്. ഡോക്കി ആണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയത്. ഇങ്ങേര് തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയത്. എന്നിട്ട് ഇങ്ങേര് പറഞ്ഞ് ഇത്രയും ചൂടാവണ്, കൊട്ടേഷൻ ടീമിനെ വിളിക്കണ്, ഇതിന്റെയൊക്കെ എന്ത് കാര്യം ഇരിക്കണ്. അല്ലാണ്ട് ഇങ്ങേര് വെറുതെ പട്ടി ഷോ കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയേക്കണം. അല്ലാണ്ട് ഇങ്ങേര് അതിനകത്ത് വലിയ അതായത് ഒന്നുമില്ല, വെറുതെ കിടന്നങ്ങ് ചില ആൾക്കാരുണ്ടല്ലോ അവിടെ പറയുമ്പോഴത്തേക്കും ഞാൻ എന്തോ വലിയ സംഭവമാണ് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് കാസ്ട്രോന്റെ വീഡിയോ ഉണ്ടോ, അപ്പൊ അവരെ ഡോക്കിങ് കാസ്ട്രോന്റെ അവരുടെ ഒരു സൈഡ് പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു. തുടങ്ങുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവർ നേരെ നമ്മൾ വരുന്നതും അവൾ വരുന്നതും കറക്റ്റ് ടൈമിലാണ്. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒന്ന് പുറത്തു പോയതാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് കറക്റ്റ് ഇവർ മുന്നിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മൾ പരിപാടിക്ക് വന്നിട്ട് ഇവർക്ക് പാസും കാര്യമില്ലാത്തതിന് കുറേ നേരം അവിടെ പോസ്റ്റ് ആയിരുന്നു. എനിക്കൊന്നൊരു 10-15 മിനിറ്റോളം അവിടെ പോസ്റ്റ് ആയിട്ട് അവർ ബാക്കിൽ നിൽക്കുകയായിരുന്നു നമുക്ക് പരിപാടിക്ക് കയറാനിട്ടാണ്. അങ്ങനെ എന്നിട്ട് കുഴപ്പമില്ലാണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന്. എന്നിട്ടും ആണ് പിന്നെ നമ്മുടെ അടുത്ത് വരുന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് 2 പാസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ തൊപ്പി സംസാരിക്കുമ്പോൾ ഓക്കെ കാരണം നമുക്ക് പരിചയമുള്ള ഗെയിം കമ്മ്യൂണിറ്റി ഉള്ളതാണ്. ഞാനും അതേ രീതിയിൽ കമ്പനി ആയിട്ട് തന്നെ സംസാരിച്ചില്ല, അല്ലെങ്കിൽ ഓരോന്ന് കാട്ടിക്കൊള്ളുമ്പോൾ എല്ലാം തമാശ രീതിയിൽ ഇതാക്കിയിട്ടുള്ളൂ. അതിനുശേഷം അച്ചായൻ വന്നിട്ട് എന്തോ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, ഏതാണ് ഈ എവിടെയാണ്, എൻ്റെ വീട് എവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും അറിഞ്ഞിട്ടാണോ അത് അറിയാനിട്ടാണോ അറിയില്ല. അങ്ങനെ ഒരു ആക്കിയ രീതിയിൽ അങ്ങനെ സംസാരിച്ചു ആരാണ് എന്നൊക്കെ രീതിയിൽ. അപ്പൊ അത് അവന് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് ചുമ്മാ നമ്മൾ അറിയാൻ ഒരു കണ്ടന്റ് വേണ്ടി ചെയ്യണ പോലെ എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും പറയാം, എനിക്കത് അതേപോലെ വന്നു ഒരു കണ്ടന്റ് വേണ്ടി ചെയ്യണ പോലെ തോന്നിയത്. ഇവനെ കണ്ടിട്ട് അറിയാൻ പാടില്ല. ഇപ്പൊ എന്നെ അറിയാൻ പാടില്ല, എന്നെ അറിയാത്തൊരു കുറെ പേരുണ്ടാവും. പക്ഷെ ഇവൻ അറിയാൻ പാടാത്തവരെന്ന് പറഞ്ഞാൽ ഗെയിം ഫീൽഡിൽ നിൽക്കണം, ഗെയിം തൊപ്പിലൂടെ നിൽക്കുന്നത്. അപ്പൊ അറിയാൻ പറ്റും, സാധാരണ അറിയാൻ പറ്റും, അത് ഉറപ്പായിട്ട് അറിയാൻ പറ്റും. കാരണം കളിയാക്കി. അപ്പൊ പുള്ളിക്കാരൻ കളിയാക്കണോ, പുള്ളിക്കാരൻ തിരിച്ചൊരു കളിയാക്കൽ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ തൊപ്പിയെടുത്ത് ചോദിച്ചത്. തൊപ്പി ധാരാണെന്ന് ഞാൻ ചോദിച്ചു. ഡയറക്റ്റ് തൊപ്പി ധാരാളെന്ന് വെച്ചു. അപ്പൊ മാനോട് തൊപ്പി ധാരാളെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു തൊപ്പി പറഞ്ഞ് അറിയില്ലെന്ന് വെച്ചു. പറഞ്ഞു എനിക്കറിയില്ലാന്ന് പറഞ്ഞു. അപ്പോൾ തൊപ്പിയുടെ അടുത്ത് തൊപ്പി അച്ചായൻ്റെ അടുത്ത് ചോദിച്ചു ഇതാരാണെന്ന് അറിയാൻ പോലെ. അപ്പോൾ എനിക്കൊന്നും അറിയാൻ പോലെ ഇവനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും നിന്നെ അറിയാൻ പോലെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അടുത്ത് എനിക്കും നിന്നെ അറിയാൻ പോലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നീ അറിയാതിരിക്കാൻ വേണ്ടി അച്ഛനൊന്നും അല്ലാന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഫസ്റ്റ് വിളിച്ചു തുടങ്ങി. അത്ര അങ്ങോട്ടും ഇങ്ങോട്ടും മാനേരിയില വന്നുള്ളൂ. അപ്പോൾ തന്നെ അച്ഛൻ വന്നിട്ട് എന്തായാലും അറിയാതിരിക്കാൻ എന്തായാലും നിന്റെ അപ്പച്ചനൊന്നും അല്ല എന്ന് പറഞ്ഞു. അവിടെ ചുമ്മാ തന്തക്ക് വിളിക്കേണ്ട അപ്പനെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. തന്തക്ക് വിളിച്ചിട്ട് കേട്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് എത്ര വയസ്സിന് മൂത്തവരാണെങ്കിലും തന്തക്ക് വിളിച്ച് കഴിഞ്ഞാൽ കേട്ടിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നല്ല ട്രിഗറായിട്ട് ഞാനോ തന്തക്കനെ വിളിച്ചു. ഇത്ര പതിൽ പറയാനുള്ളത് വേറെ ഒന്നുമില്ല. കാരണം ഓൾറെഡി സ്റ്റാർട്ടിങ് തന്നെ ഇവർക്ക് ബാഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അച്ഛനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ അതിനുശേഷമാണ് പിന്നെ നമ്മള് ഞാൻ ആ കാരണം ഡാഷ് ക്യാമിലുണ്ട് നമ്മൾ ഇപ്പം പറയുന്നത് നമുക്ക് പോവാൻ നമുക്ക് മൈൻഡ് ചെയ്യാൻ നിൽക്കണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് സോറി പറയാനും വന്നായിരുന്നു പുള്ളിക്കാരൻ. അപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമില്ല സോറി കേൾക്കണം. തൊപ്പി വന്നായിരുന്നു സോറി സോറി പറയാ സോൾവ് ആക്കാന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു വെച്ചാല് എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരാളെ നിന്റെ തന്തക്ക് വിളിച്ചിട്ട് സോറി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? അപ്പൊ ഇവന് അത്ര പറഞ്ഞു. ഞാൻ തന്നെ ഒപ്പിലെടുത്ത് പറഞ്ഞു നിന്റെ തന്തക്ക് വിളിച്ചിട്ട് സോറി പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഞാൻ പറഞ്ഞു എനിക്ക് സോറി ഒന്നും എനിക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അവര് പറഞ്ഞേ കേട്ടല്ലോ. അവര് പറഞ്ഞതിനകത്ത് യാതൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നാനുള്ള കാര്യം അവരുടെ ഭാഗത്താണ് 100% ന്യായമുള്ളത്. ഇപ്പൊ ഈ ഡോക്കിനാണെങ്കിലും കാസ്ട്രോന്റെ ഭാഗത്താണ് 100% ന്യായമുള്ളത്. ഇപ്പൊ ഈ കാസ്ട്രോ കാറ് കൊടുക്കാത്ത അവന്റെ ജാടയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കമന്റും ഞാൻ കണ്ട്. ഈ വീഡിയോന്റെ ഇവരുടെയൊക്കെ വീഡിയോന്റെ താഴെ പല രീതിക്കുള്ള സൈബർ ബുള്ളിയും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ഇവരിങ്ങനെ വീഡിയോ ഇടാനായിട്ടുള്ള അവസ്ഥ ഉണ്ടായത്. അല്ലാണ്ട് ഇപ്പൊ കാസ്ട്രോ പൊതുവേ ഇങ്ങനത്തെ വിഷയത്തിനകത്ത് തലയിടാത്തതാണ്. പക്ഷെ ഇത് അത്രത്തോളം അവർക്ക് സൈബർ ബുള്ളിയും കാര്യങ്ങളൊക്കെ ഏറ്റടായിരിക്കും അവർ വന്ന് വീഡിയോ ഇടുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ അങ്ങനെ പല കമന്റും കണ്ട്. അതായത് കാസ്ട്രോയുടെ അഹങ്കാരമാണ്, അതുകൊണ്ടാണ് വണ്ടി കൊടുക്കാത്തത്. എന്ത് അഹങ്കാരം! അതായത് ഇപ്പൊ അവനവന്റെ വണ്ടി അവനവൻ കൊടുക്കണോ വേണ്ടയോ, അതായത് ഇപ്പൊ ഒരു സാധനം കൊടുത്തില്ലെങ്കിൽ തന്നെ അത് അവരുടെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ബോധം പോലും ഇല്ലാത്ത, ഇത്തിരി തലയ്ക്കകത്ത് ആൾതാമസം ഇല്ലാത്തവന്മാർ
അവന്മാരെ അങ്ങനത്തെ കമന്റ് ഇടുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ള. അപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് ഞാൻ ഫുൾ സപ്പോർട്ട് ഞാൻ കാസ്ട്രോനും ഡോക്കിയുടെ ഭാഗത്താണ്. നല്ല തൊപ്പിയുടെയും ഈ അച്ചായ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഭാഗത്ത് എനിക്ക് യാതൊരു ന്യായമുള്ളൊന്നും തോന്നുന്നില്ല ഈ ഒരു വിഷയത്തിനകത്ത്. അപ്പൊ എന്താണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോ എടുത്താൽ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.